ലൈഫാണെങ്കിൽ മടുത്തടന്ന് നിങ്ങളങ്ങ് മരിക്കാൻ പോകുന്ന സമയത്ത് കോടിക്കണക്കിന് പൈസ നിങ്ങൾക്ക് വന്നിട്ട് അതെടുക്കാൻ പറ്റാണ്ട് ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എങ്ങനെയുണ്ടാ? ഒരു കഥയാണ് സ്റ്റീവിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി. കാര്യം എന്താ പറഞ്ഞുതരാം. സ്റ്റീവൻ പറയുന്ന ആൾ 2011 വർക്ക് ചെയ്ത് കൊടുത്തു. എന്ത് വർക്കാണ് വെച്ചാൽ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ചെയ്യില്ലേ ഈ യൂട്യൂബിലൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തു. എന്തിനാ വെച്ചാൽ ഈ ബിറ്റ് കോയിൻ ഉണ്ടാവില്ലേ, ആ ബിറ്റ് കോയിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു. ആ പണിക്കായി ഇവരാണെങ്കിൽ സാലറി പോലെ 7002 ബിറ്റ് കോയിൻ കൊടുത്തു. ഇയാൾക്ക് കിട്ടിയതും എന്തിനാണ് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു വിചാരിച്ചത്. എന്ന് വെച്ചാൽ ക്യാഷ് ഒന്നും കിട്ടിയില്ല, ഈ ബിറ്റ് കോയിനാണ് കിട്ടിയത്. ആ സമയത്ത് വാല്യൂ ഏകദേശം 10,000-5,000 അങ്ങനെ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമുക്കിന്ന് സേഫ് എടുത്ത് വെക്കാൻ പറഞ്ഞു. ഇദ്ദേഹമാണെങ്കിൽ ഈ അയൺ കീം പറയുന്ന ഒരു സാധനത്തിൽ ഇവരാണെങ്കിൽ സേഫ് ചെയ്ത് വെച്ചതിന്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയ സമയത്താണ് ഇദ്ദേഹത്തിന് ലൈഫിന് വെറുത്തു. കാരണം ഫിനാൻഷ്യലി കുറച്ച് കഷ്ടം, ഹെൽത്തിൻ്റെ കുറച്ച് പ്രശ്നം, ഡൈവേഴ്സ്, അത് ഇതും പറഞ്ഞ് മൊത്തത്തിൽ ഇദ്ദേഹം പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോൾ വരുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം സൂസൈഡ് ചെയ്യാനും പോയത്. സൂസൈഡ് ചെയ്യാൻ പോകുന്ന ടൈമിൽ കറക്റ്റ് ഫ്രണ്ട്സ് വിളിച്ചിട്ട് എടാ എന്നിട്ട് ബിറ്റ് കോയിൻ ഉണ്ടായെന്നും പറഞ്ഞില്ലേ, അതെന്തായാലും ചോദിച്ചു. അതിനുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് നീ അതിൻ്റെ വാല്യൂ ഒന്ന് പോയി നോക്കും പറഞ്ഞപ്പോൾ അദ്ദേഹം വെറുതെ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് അതിൻ്റെ വാല്യൂ ന്യൂസിന് നോക്കിയ പോലെ അങ്ങനെ നോക്കിയതിന് ശേഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കണ്ണാണെങ്കിൽ അദ്ദേഹത്തിന് പിരിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഏകദേശം 1700 കോടി ആ സമയത്ത് കണ്ണ് കിട്ടി. പക്ഷേ ഇതൊരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ പക്ഷേ അദ്ദേഹത്തിനോട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ആ അയൺ കീം പറഞ്ഞില്ലേ, ആ അയൺ കീ എന്താ വെച്ചാൽ ആ അയൺ കീയിൽ നമ്മൾ ഏകദേശം 10 പ്രാവശ്യം പാസ്വേഡ് അടിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പാസ്വേഡ് ഓർമ്മയുമില്ല, 10 പ്രാവശ്യം അടിക്കാൻ പറ്റും. 10 പ്രാവശ്യം മുകളിൽ അടിച്ചാൽ ടോട്ടലി എൻക്രിപ്റ്റ് ആവും അത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം നോക്കിയാൽ ഏകദേശം 8 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, പാസ്വേഡ് എന്താണെന്ന് അറിഞ്ഞില്ല, ലോക്ക് ആവാറായി. ആ സമയത്തിന് 2 ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഈ ന്യൂയോർക്കിൽ മറ്റേ ന്യൂയോർക്ക് ടൈം പറയുന്ന സാധനം ഉണ്ടാകും, അത് ന്യൂസിലൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ നോക്കിയാലും ഒന്നും ആയില്ല. ഇൻ്റർവ്യൂ ഒക്കെ വന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ഫേമസ് ആയത്. ഇങ്ങനെ ഇദ്ദേഹം പാസ്വേഡ് തെറ്റിച്ചതുകൊണ്ട് തന്നെ ഇനി ഇദ്ദേഹത്തിന് നോക്കിയാൽ കോടിക്കണക്കിൽ പൈസ എവിടെ മൂവ് ആക്കാൻ പറ്റാണ്ട് ആ സ്ഥലത്തിന് ഇനിയും അടുത്തിന് ഇരിക്കുന്നുണ്ട്. കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമുക്ക് ഹാക്കേഴ്സിൻ്റെ അടുത്ത് കൊടുത്തു നോക്കാനൊക്കെ പറഞ്ഞാൽ അവർ കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഇനി 2 ട്രൈയേ ഉള്ളൂ. അദ്ദേഹത്തിന് അവിടെ ഇനി ആ ബ്ലോക്ക് മണി പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം മരിക്കാൻ കടന്ന സമയത്ത് ഒരു ഹോപ്പ് കിട്ടി. അതേ സമയത്ത് ഇത് കണ്ടതും ഇദ്ദേഹം മരിക്കാനുള്ള ചാൻസ് ഇനിയും വേണമെന്ന് തോന്നി. അതായത് ഇത്ര കോടിക്കണക്കിൽ പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും ഡിപ്രസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് നോക്കി മൈൻഡ് തന്നെ പോയി. അദ്ദേഹം വീണ്ടും ചാവിനെ കുറേ വിഷം ട്രൈ ചെയ്തു, ഫ്രണ്ട്സൊക്കെ തടുത്ത് നിർത്തി. എന്നാലും ഇദ്ദേഹം നോക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫിൽ. ഈ പ്രോഗ്രാമിങ്, ഈ ജർമ്മൻ പ്രോഗ്രാമിങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി സ്കിൽസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇദ്ദേഹം കുറച്ച് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഇദ്ദേഹം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് നിങ്ങളാണെങ്കിൽ പാസ്വേഡ് മറന്നു, നിങ്ങളാണെങ്കിൽ എന്ത് ഇതുണ്ടാവും? താഴെ കമൻറ്റിലേക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം.